നമസ്കാരം, ഞാൻ സുജാത അപ്പോഴത്ത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചുര പ്രചാരം നേടിയ കഥയാണ് ഒടിയൻ്റേത്. ഒടിവിദ്യയുടെ മായിക കഥകൾ കേട്ടു വളർന്ന കുട്ടിക്കാലമാണ് നമുക്കുള്ളത്. 1970 ചിങ്ങമാസത്തിലെ ഒരു തണുത്ത പ്രഭാതം പാലക്കാട് തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കേശവൻ നായർ ഹെഡ് കോൺസ്റ്റബിളായി ചാർജ് എടുത്തിട്ട് 6 മാസമാകുന്നു. ഗ്രാമത്തിൻ്റെ മുക്കും മൂലയും വശമുള്ള കോൺസ്റ്റബിൾ കൃഷ്ണൻ നായരാണ് കേശവൻ നായരുടെ മുഖ്യ സഹായി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പതിവില്ലാത്ത വിധം ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗ്രാമത്തിൽ നിന്ന് ആളുകൾ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്യുന്ന പരാതികൾ കേൾക്കാൻ തുടങ്ങിയത്. കാണാതാകുന്നവർ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ പൊന്തക്കാട്ടിലോ ആൾപ്പാർപ്പില്ലാത്ത വീട്ടുമുറ്റത്തോ മരിച്ചു കിടക്കുന്നുണ്ടാകും. ഇതിനോടകം 6 പേരുടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും അവരുടെ ശരീരത്തിലൊന്നും തന്നെ കാണത്തക്ക മുറിവുകളോ ചതവുകളോ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ കാരണങ്ങൾ പോലീസ് പല വഴി അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ അതിവിദഗ്ധമായാണ് എല്ലാ മരണങ്ങളും നടത്തിയിരിക്കുന്നത്. ഓരോ അപകടങ്ങൾ കേൾക്കുമ്പോഴും ഗ്രാമവാസികൾ ഭയന്നു വിറച്ചു. പലരും രാത്രിയിൽ പുറത്തിറങ്ങാതായി. അന്നു രാവിലെ 8 മണിയോടടുത്ത സമയം. സുഖകരമായ തണുപ്പിലേക്ക് വെയിൽ അരിച്ചെത്തുന്നതേയുള്ളൂ. അപ്പോഴാണ് ഇടവഴി കടന്ന പോലീസ് സ്റ്റേഷനു മുന്നിൽ മണികിലുക്കി ചക്രങ്ങൾ വലിച്ച് ഒരു കാളവണ്ടി വന്ന് നിന്നത്. തോളിൽ മുണ്ടും തലയിൽ കുടുമയും ചുവന്ന കടുക്കനും ഒറ്റമുണ്ടും ധരിച്ച ഒരാൾ നേരെ കേശവൻ നായർക്ക് മുന്നിലെത്തി. വില്ലെടുത്തു തറവാട്ടിലെ കാര്യക്കാരൻ കുമാരനായിരുന്നു അത്. ഒരു പരാതി ബോധിപ്പിക്കാനായിരുന്നു കുമാരൻ വന്നത്. പരാതി ഇതായിരുന്നു: വില്ലെടുത്തെ കാരണവർ നാണുനായരെ 2 ദിവസമായി കാണാനില്ല. പയറുമണി പോലെ തൊടിയായ തൊടി മുഴുവൻ നടന്നിരുന്നതാണ്. പോകാൻ ഇനി സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. ഏമാനൊന്ന് അന്വേഷിക്കണം. കുമാരൻ ലേശം പരിഭ്രമത്തോടെ പറഞ്ഞു. എത്ര വയസ്സുണ്ട് നാണുനായർക്ക്? കോൺസ്റ്റബിൾ കൃഷ്ണൻ നായർ ചോദിച്ചു. കുംഭത്തിലെ 60 വയസ്സ് കഴിഞ്ഞു. പരാതി എഴുതി വാങ്ങുന്നതിനിടയിൽ കൃഷ്ണൻ നായർ ആശങ്കയോടെ ചിന്തിച്ചത് മറ്റൊന്നാണ്. ഈ ആഴ്ചയിൽ ഇത് 2ാമത്തെ പരാതിയാണ്. കോമത്തു വീട്ടിലെ നാരായണൻ മൂസിനെയാണ് ആദ്യം കാണാനില്ലാണ്ടായത്. ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ചു കിടന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയത് 2 ദിവസം കഴിഞ്ഞ്. ഈ 2 പേരും നാട്ടുപ്രമാണിമാരും മിത്രങ്ങളുമാണ്. നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോ കാര്യക്കാരെ? കേശവൻ നായർ വായിച്ചു കൊണ്ടിരുന്ന ഫയൽ മടക്കി വയ്ക്കുന്നതിനിടയിൽ മുഖമുയർത്തി ചോദിച്ചു. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. കുമാരൻ ശങ്കയോടെ തുടർന്ന് പറഞ്ഞു. നമ്മുടെ ആ ഇസ്രായേൽ കുന്നില്ലേ, അതിനു താഴെ പുതിയതായ ഒരു കുടിൽ ഉയർന്നിട്ടുണ്ട്. രാത്രിയിൽ അവിടെ വെട്ടം കാണാം. അവിടെ പ്രായമായ ഒരു സ്ത്രീയെ ഇടയ്ക്ക് പുറത്തു കാണാം. സന്ധ്യനേരത്ത് മിനായം പോലെ അജാനുബാഹുവായ ഒരാൾ വീടിനകത്തു നിന്ന് തലേക്കെട്ടുമായി പുറത്തു വരുന്നത് ചിലർ കണ്ടിട്ടുണ്ട്. നല്ല വീട്ടിൽ നേറാത്രേ, ഒത്ത ഉയരമുണ്ടെന്ന് കണ്ടോര് പറയണു. അതിവേഗം കൺമുന്നിൽ നിന്ന് അയാൾ മറയുന്നു. നല്ല മസിലൊക്കെ ഉള്ള ഒരാളാണ്. കണ്ട പേടി തോന്നൂത്രേ. കാര്യക്കാർ കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടറിവേ ഉള്ളൂ, കണ്ടവർ പറഞ്ഞതാണ്. കൃഷ്ണൻ നായർ എന്തായാലും പരാതി എഴുതി വാങ്ങി. സ്റ്റേഷൻ എന്ന ആൾ വരും. കാര്യക്കാരനെ കയറ്റിയ കാളവണ്ടി തിരിച്ചുപോയി. കൃഷ്ണൻ നായരുടെ കണ്ണുകളിൽ ആശങ്ക നിറഞ്ഞു. സാറേ, ഇവർ പറയുന്ന ആ ഇസ്രായേൽ കുന്നില്ലേ, പണ്ട് ധാരാളം ആളുകൾ അവിടെ താമസിച്ചിരുന്നു. അവരിൽ പലർക്കും ഒടിവിദ്യ അറിയാമെന്നും കേട്ടിട്ടുണ്ട്. അക്കാലത്ത് ആളുകൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാനും പേടിച്ചിരുന്നു. കുടിലു കെട്ടി കൂട്ടം കൂട്ടമായാണ് അവർ താമസിച്ചിരുന്നത്. കുട്ടയും വട്ടിയും പരമ്പും ഉണ്ടാക്കിയിരുന്നു. ഭഗവതിയുടെ കോവിലിലേക്ക് ഓലക്കുടയും ഉണ്ടാക്കിയിരുന്നു. കുന്നിൻ്റെ താഴ്വരയിൽ നല്ല നീളൻ പുല്ല് കിട്ടുമായിരുന്നു. സീതാമുടി പുല്ലെന്ന് വിളിക്കും ഞങ്ങൾ. അതു പറിച്ച് വെട്ടിയൊതുക്കി ഉണ്ടാക്കുന്ന പുല്ലിൻ ചൂല് നിസാര വിലയ്ക്ക് താഴെ വീടുകളിൽ കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനെ കുന്നിറങ്ങി വരുന്ന സുന്ദരികളെ കണ്ടാൽ കാര്യക്കാർ തക്കം കിട്ടിയാൽ പിടിച്ചു കൊണ്ടുപോയി പ്രമാണിമാർക്ക് കൈമാറും. കുന്നിലെ ആണുങ്ങൾ നിസ്സഹായരായിരുന്നു. ഇതൊക്കെ കണ്ട് മനസ്സു മരവിച്ച കുന്നിൻപുറത്തെ മുണ്ടനെ ഒരു നാൾ കാണാതായി. അവൻ ചെന്നെത്തിയത് ഷൊർണൂരാണ്. അവിടെ അവൻ്റെ ബന്ധുക്കളിൽ കൊറ്റെന്നു പേരായ ഒരാൾ ഒടിവിദ്യയിൽ വിദഗ്ധനായിരുന്നു അത്രേ. വ്രതശുദ്ധിയോടെ മനഃശുദ്ധിയോടെ മാസങ്ങളോളം അവിടെ താമസിച്ച് മുണ്ടൻ ഒടിവിദ്യ കരസ്ഥമാക്കി. അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ശ്മശാനത്തിൽ നിന്നാണ് ഒടിവിദ്യയ്ക്കു വേണ്ട മറുപിളയെ ശേഖരിച്ചിരുന്നതെന്ന് പറയുന്നു. അക്കാലത്ത് കാടുപിടിച്ചു കിടന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ഒടിവിദ്യയ്ക്ക് ആവശ്യമുള്ള പച്ചമരുന്നുകളും ധാരാളം കിട്ടിയിരുന്നത്രേ. ശ്മശാനങ്ങളിൽ നിന്ന് കുഴിച്ചിട്ട ശവങ്ങൾ അപ്രത്യക്ഷമാകുന്നത് അക്കാലത്ത് പതിവായിരുന്നു. പ്രത്യേകിച്ച് ഗർഭിണികളുടെ.
ആ പ്രദേശത്തെ സ്ത്രീകളുടെ 4 or 5 മാസമായ ഗർഭം അലസിയാൽ ഈ ശ്മശാനത്തു തന്നെ മറവു ചെയ്യും. അത് മാന്തിക്കൊണ്ടു പോവുകയും പതിവായിരുന്നു. അന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഞാനും കണാരൻ എന്ന പോലീസുകാരനുമേ ഉള്ളൂ. കട്ട മീശ വച്ച ആളുകളെ വിറപ്പിക്കുന്ന കണാരനെ എല്ലാവർക്കും പേടിയായിരുന്നു. കേരളം പിറന്ന കാലമാണത്. അന്ന് ഇത്രയും വെട്ടവും വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ കുണ്ടൻ ഇടവഴികളിൽ കാളവണ്ടികളുടെ കടകൊട ഒച്ച ഇടയ്ക്ക് കേൾക്കാം. കാടുപിടിച്ചു കിടന്ന വഴിയോരങ്ങളും വീടുകൾക്കിടയിൽ ധാരാളം തൊടികളും വയലുകളും പാമ്പിൻ പുറ്റുകൾ നിറഞ്ഞ തൊടികളും കാണുന്നതേ പേടിയാ സാറേ. വ്രതശുദ്ധിയോടെ മനഃശുദ്ധിയോടെ ഒടിവിദ്യ കരസ്ഥമാക്കിയ മുണ്ടൻ ഇസ്രായേൽ കുന്നിൽ മടങ്ങിയെത്തിയത് മറ്റൊരാളായിട്ടാണ്. അവൻ്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു കാന്തശക്തി വന്നു. കൈകളും കാലുകളും ബലിഷ്ഠമായി. ദേഹം മിനുത്ത് കരിവീട്ടി പോലായി. പറയുമ്പോൾ പോലും കൃഷ്ണൻ നായരുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. തങ്ങളുടെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോയവരെയും ഉപദ്രവിച്ചവരെയും അവന് നേരത്തെ അറിയാമല്ലോ. അവരുടെ ജന്മനക്ഷത്രവും വിവരങ്ങളും ശേഖരിച്ച് സഞ്ചാരവഴികൾ കണ്ടെത്തി ഓരോരുത്തരെയായി അവൻ ഭയപ്പെടുത്താൻ തുടങ്ങി. നിലാവത്ത് ഇരുണ്ട വഴികളിൽ പതുങ്ങിയിരുന്ന അവൻ ഇരുട്ടിലൂടെ നടന്നു വരുന്ന അവരുടെ പിന്നിൽ നിശ്ചിത അകലം പാലിച്ച് നടക്കും. വിജനമായ വഴിയിലെത്തിയാൽ പിന്നിൽ ഒരു മൂളക്കമോ ശബ്ദമോ കേൾക്കാം. തിരിഞ്ഞു നോക്കിയാൽ നായയോ കാളയായോ പോത്തായോ ചെന്നായ രൂപത്തിലോ ഒക്കെ ഒരു രൂപം നടന്നു വരുന്നത് പോലെ തോന്നും. ഒരു കെട്ടമാണോ ഉണ്ടാവും കാറ്റിൽ. 3 കാലോ നെറ്റിയിൽ കണ്ണോ വാലില്ലാത്ത രൂപോ ഒറ്റക്കൊമ്പോ ഒക്കെ ആയിട്ടാവും കാണുന്നവന് തോന്നുക. അബദ്ധത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എല്ലാം തീർന്നു. നേർക്കുനേർ നിൽക്കുന്ന പ്രമാണിമാർ ഭയന്നു നിലവിളിക്കും. ഒപ്പമുണ്ടായിരുന്ന ധൈര്യശാലികളായ കാര്യക്കാർ ഓടി രക്ഷപ്പെടും. അല്ലാത്തവരും പെട്ടുപോകും. അവിടെ തന്നെ അവർ കുഴഞ്ഞു വീഴും. പിറ്റേന്ന് പ്രമാണിമാരെ വഴിയിലോ അവരുടെ വീട്ടുപരിസരത്തോ കുളത്തിലോ കഴുത്തൊടിഞ്ഞ നിലയിൽ കാണപ്പെടും. അങ്ങനെ ഇത് പുറം ലോകം അറിയാൻ തുടങ്ങി. രാത്രി സഞ്ചാരികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. കണാരൻ പോലീസും ഒരു നാൾ മരണപ്പെട്ടു. അക്കാലത്ത് മന്ത്രവിദ്യകളിൽ പേരുകേട്ട ഒരു നാരായണൻ പോറ്റിയുണ്ടായിരുന്നു നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഈ വാർത്തയെത്തി. വെറ്റില നോട്ടത്തിൽ വിദഗ്ധനായിരുന്നു അയാൾ. പേരും നാളും പറഞ്ഞുകൊടുത്താൽ വെറ്റില നോക്കി അദ്ദേഹം പ്രവചനം നടത്തുമായിരുന്നു. സത്യാവസ്ഥ കണ്ടെത്താൻ തീരുമാനിച്ച പോറ്റി തൻ്റെ ആത്മമിത്രമായ ഒരു പ്രമാണിയുടെ വേഷത്തിൽ രാത്രി സഞ്ചാരത്തിന് ഇറങ്ങി. അന്നും നിലാവിൽ കുളിച്ചു കിടക്കുന്ന രാത്രിയാണ്. അവിടെ മാത്രം ഇരുട്ട്. പതിവ് പോലെ വിജനമായ സ്ഥലത്തെത്തി. രാത്രി വളർന്നിരുന്നു. പിന്നിൽ ഒരു മൂളക്കം കേട്ട പോറ്റി നിന്നു. ശബ്ദം പിന്നെ കേൾക്കില്ല. പോറ്റി നടക്കുമ്പോൾ പിന്നിൽ മുളക്കവും കേൾക്കും. ഇത്തിരി കഴിഞ്ഞപ്പോൾ പോറ്റി തനിക്ക് മുന്നിൽ വട്ടത്തിലൊരു വൃത്തം വരച്ചു വച്ചു. അതിനുള്ളിൽ ഒരു കത്തി കൂത്തി നിർത്തി സ്ഥലം വിട്ടു. പിറ്റേന്നു രാത്രി അതുവഴി വന്ന പോറ്റി ഒരു നിലവിളി കേട്ടു. ഒരപേക്ഷയും. ആളുമാരെ അബദ്ധം പറ്റിയതാണേ. എൻ്റെ കാലിൽ ഈ കത്തി ഒന്ന് ഊരിയെടുക്കണം. അപേക്ഷിച്ച ഒടിയൻ നിലവിളിച്ചു വീണ്ടും. ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകി ഒടിയൻ. പോറ്റി കത്തി ഊരിയെടുത്ത് സ്വന്തം ഇല്ലത്തെത്തി. ഒടിവേഷം ധരിക്കുന്നയാൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ വീടെത്തും. വീട്ടുകാരി ചൂടുവെള്ളം ചെവിയിലേക്കൊഴിക്കുമ്പോൾ ഒടിവെച്ച ആൾ സാധാരണ നിലയിലെത്തും. ഒടിവിദ്യ നടത്തും മുമ്പ് ഇരുചെവിയിലും തേച്ച മരുന്ന് ചൂടുവെള്ളത്തിൽ അലിയും. ഇവിടെ മുണ്ടൻ വീടെത്താൻ വൈകിയപ്പോൾ അവൻ്റെ അമ്മ ചീരു പേടിച്ച് അന്വേഷിച്ചിറങ്ങി. ചീരുവിന് കാര്യം മനസ്സിലായി. അവൾ തിരിച്ചുപോയി. എന്തെങ്കിലും മുറിവോ ചതവോ ഒടിവിദ്യ ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകുകയാണെങ്കിൽ മുറിവായിൽ വെക്കാനുള്ള മരുന്ന് നേരത്തെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരിക്കും മുണ്ടൻ. അതിനാൽ ചീരു മുണ്ടൻ്റെ കാലിലെ മുറിവിൽ മരുന്ന് വെച്ചുകെട്ടി. കുറച്ചുനാൾ നാടു ശാന്തമായിരുന്നു. എന്നാൽ മുണ്ടൻ ഇത് വേറെ ചിലരെയും പഠിപ്പിച്ചിരുന്നു. അതിനാൽ പോറ്റിയുടെ തന്ത്രം പാളി. പക്ഷേ കുന്നുകയറി സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോകുന്നത് നിലച്ചു. പക്ഷേ കുന്നിൻപുറത്തെ ആളുകൾ ഒറ്റപ്പെട്ടു. അക്കാലത്ത് മിഷണറിമാർ നാട്ടിൽ അശരണരായ ആളുകളെ കണ്ടെത്തി കുരിശു വരയ്ക്കുന്ന കാലമായിരുന്നു. അവർ ഇസ്രായേൽ കുന്നിലും എത്തി. മാർഗം കൂടിയ പലരും കുന്നിറങ്ങിപ്പോയി. 1-2 കുടുംബം ഒഴിച്ച്. അവരും ക്രമേണ കുന്നുപേക്ഷിച്ച് എങ്ങോട്ടോ പോയി. സാറേ, അന്ന് പോയവരിൽ ആരെങ്കിലും തിരിച്ചു വന്നതാണോ? കൃഷ്ണൻ നായരുടെ ശബ്ദത്തിൽ വിറയൽ വന്നിരുന്നു. കേശവൻ നായർ എന്തായാലും നിജസ്ഥിതി അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പിറ്റേന്ന് കൃഷ്ണൻ നായർ തയ്യാറായി. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ചെറിയ കവലയാണ്. 1-2 മുറുക്കാൻ കടകൾ, 2 ജൗളിക്കട, ഒരു ബാർബർ ഷോപ്പ്, ഓലപ്പുരയിൽ ഒരു ടീ സ്റ്റാൾ, ഒരു തയ്യൽ കട, അത്രയും ചേർന്നാൽ ഒരു കവലയായിട്ടോ. അവിടുന്ന് പലതായി പിരിയുന്ന നീളൻ ഇടവഴികളാണ് പിന്നങ്ങോട്ട്.
അതെത്തിച്ചേരുന്നത് അവിടെ പാടവക്കിലേക്കും. കുമാരനെയും കൂട്ടി ഇസ്രായേൽ കുന്ന് ലക്ഷ്യമാക്കി നടന്നു കൃഷ്ണൻ നായർ. പണ്ട് ജനവാസ കേന്ദ്രമായിരുന്ന ഇസ്രായേൽ കോളനി ഇപ്പോൾ ആളും അനക്കവും ഇല്ലാതെ ശൂന്യമാണ്. മാത്രമല്ല കുന്നും അതിൻ്റെ പരിസരങ്ങളും കാട് പിടിച്ച് ആളനക്കമില്ലാതെ കിടക്കുന്നു. പോലീസ് എത്തുമ്പോൾ കാളി ഓലമിടുകയായിരുന്നു. പോലീസിനെ കണ്ട കാളി എണീറ്റ് കുടിലിനകത്തേക്ക് ഓടിക്കയറി. ആരൊക്കെ ഇവിടെ താമസിക്കുന്നത്? കൃഷ്ണൻ നായരുടെ ചോദ്യം കേട്ടവൾ കിടുകിടേ വിറയ്ക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ മകൻ കോവാലനും അങ്ങുന്നേ. അവൻ എവിടെയാണ്? പണിക്ക് പോയെടുക്കണം സാറേ. മറുപടി കിട്ടി. നാളെ അവനോട് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞേൽപ്പിച്ച് കൃഷ്ണൻ നായർ തിരിച്ചു നടന്നു. പിറ്റേന്ന് സന്ധ്യ നേരത്ത് സ്റ്റേഷനിൽ കോവാലിനെത്തി. ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ കൊളുത്തു വീഴുന്ന പ്രത്യേകതയുണ്ടായിരുന്നു അവന്. കാഴ്ചയിൽ ഒരു 6 അടിയോളം ഉയരം. മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. കഴുത്തിലും കൈകളിൽ മുട്ടിനു മീതെയും കറുത്ത ചരടിൽ പുലിനഖങ്ങൾ കെട്ടിയിട്ടുണ്ട്. കാലുകളിൽ കറുത്ത ചരടും. നോട്ടത്തിൽ പോലും തീക്ഷ്ണത. തലയെടുപ്പോടെ അവൻ സ്റ്റേഷനിൽ വന്നു നിന്നു. കേശവൻ നായരുടെ ഉള്ളിൽ നേരിയ ഭയമൂറി. അവനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പല ചോദ്യങ്ങളിൽ നിന്നും അവൻ വഴുതി മാറി. തുടർന്ന് കേശവൻ നായർ തന്നെ നേരിട്ട് പോയി കാളിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. ഇസ്രായേൽ കുന്നുപേക്ഷിച്ചു പോയ ചീരുവിൻ്റെ ഭാര്യയും മകനുമാണ് അതെന്ന്. കഥ ഇങ്ങനെയാണ്. പണ്ട് ഇസ്രായേൽ കുന്നിലുള്ളവരെ എല്ലാവരെയും മിഷണറിമാർ മതം മാറ്റിയെങ്കിലും ചീരു മാത്രം അതിന് കൂട്ടാക്കിയില്ല. ഒടിവിദ്യയിൽ വിദഗ്ധനായിരുന്ന ചീരുവിനെ നാടുവിടും മുൻപ് പോലീസ് മർദ്ദിച്ചവശനാക്കിയിരുന്നു. അതിനു കാരണമോ നേരത്തെ പറഞ്ഞ പോറ്റി തന്നെ. ആ കഥ ഇങ്ങനെയാണ്. ഒടി ചെയ്യുന്നവരെ മറഞ്ഞിരുന്ന് നിരീക്ഷിച്ചിരുന്ന പോറ്റി ഒരു ദിവസം ചീരുവിനെയും പിടികൂടി. അപ്പോൾ അവൻ ധരിച്ച രൂപം കാളയുടേതായിരുന്നു. പോറ്റി മന്ത്രിച്ച് ബന്ധനസ്ഥനാക്കിയ ചീരുവിനെ പാടത്ത് കന്നുപൂട്ടുന്ന കാളുകൾക്കൊപ്പം കെട്ടിയിട്ടു. രാവിലെ മുതൽ വൈകിട്ട് വരെ കണ്ടം ഉഴുതുമറിച്ച ചീരു അടികൊണ്ട് വശം കെട്ടു. കാരണം ചീരു ഇപ്പോൾ കാളയാണല്ലോ. നീളൻ മുഴക്കൾ കൊണ്ട് അടി ഓരോ തവണ മുതുകിൽ വീഴുമ്പോഴും ചീരു ഉറക്കെ നിലവിളിച്ചു. അത് കാളയുടെ ശബ്ദത്തിലാണെന്ന് മാത്രം. കരച്ചിൽ കേട്ട് അത് ചീരുവാണെന്ന് പണിക്കാർക്കും മനസ്സിലായില്ല. കാളയെ നിലമുഴാൻ വേണ്ടി പണിക്കാരെ ഏൽപ്പിക്കും മുൻപ് പോറ്റി ചട്ടം കെട്ടിയിരുന്നു. കാളയെ കുളിപ്പിക്കുമ്പോൾ ചെവിക്ക് പിറകിലും നെറ്റിയിലും ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുതെന്ന്. പോറ്റിയെ അറിയാവുന്ന പണിക്കാർ അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു. വൈകിട്ട് പോറ്റി തന്നെ കാളയെ തിരികെ കൊണ്ടുപോയി. കുന്നിൻ്റെ താഴ്വരയിൽ കൊണ്ടുവിടും മുൻപ് പോറ്റി ചീരുവിനെ താക്കീതു ചെയ്തു. മേലാൽ ഒടിവേഷം ചെയ്തു പോകരുതെന്ന്. വീടെത്തിയ ചീരു രൂപം മാറിയപ്പോൾ ഭാര്യ കാളി കണ്ടത് ചീരുവിൻ്റെ ദേഹം മുഴുവൻ തിണർത്ത പാടുകൾ. ഒരാഴ്ച അനങ്ങാൻ പറ്റാതെ മരുന്ന് പുരട്ടിക്കൊടുത്തും കാൽ തിരുമ്മിക്കൊടുത്തും ശുശ്രൂഷിച്ച കാളി ഇതിന് തക്കതായ മറുപടി കൊടുക്കുമെന്ന് ശപഥം ചെയ്തു. താമസിയാതെ കോളനി അവർ വിട്ടു. അവരുടെ ബന്ധുക്കൾ താമസിക്കുന്ന ഷൊർണൂരെത്തി. ചീരു ദേഹത്ത് നീര് വന്ന് പഴുത്ത താമസിയാതെ മരിച്ചുപോയി. കാളി മകൻ കോവാലനെ വളർത്തി വലുതാക്കുന്നതിനൊപ്പം തന്നെ അവനിൽ വൈരാഗ്യത്തിൻ്റെ വിത്തും പാകി. വലുതായപ്പോൾ കോവാലൻ ബന്ധുക്കളിൽ നിന്ന് ഒടിവിദ്യ പഠിക്കുകയും അത് പ്രയോഗിക്കാനും തുടങ്ങി. ചീരുവിനേക്കാൾ സമർത്ഥനായ ഒടിയനാകാൻ തക്ക ശരീരബലവും കായിക ബലവും അവനുണ്ടായിരുന്നു. ആദ്യം അവൻ തൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ പോറ്റിയുടെ കുടുംബത്തിലെ മുതിർന്ന ആണുങ്ങളെയെല്ലാം വകവരുത്തി. പിന്നെ അയാളെ സഹായിച്ചവരെയും. അതിലെ അവസാന കണ്ണിയായിരുന്നു നാണുനായർ, അതായത് പോറ്റിയുടെ കാര്യക്കാരൻ. കാളി എല്ലാത്തിനും കൂട്ടുനിന്നു. കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ കേശവൻ നായർ കാളിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനിയൊരു ദുർമരണം ഉണ്ടായാൽ അകത്താക്കുമെന്ന് ഭീഷണിയും മുഴക്കി. എന്നിട്ട് അയാൾ തിരിച്ചു പോന്നു. തെളിവൊന്നും അവശേഷിക്കാത്തതിനാൽ ശിക്ഷിക്കാൻ പറ്റില്ലെന്ന് കേശവൻ നായർക്കും അറിയാമല്ലോ. ഏതായാലും കോവിലിൻ്റെ കലി ഏതാണ്ട് അടങ്ങിയിരുന്നു കാളിയുടെയും. ഗ്രാമം പതിയെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു. എല്ലായിടത്തും വെട്ടവും വെളിച്ചവും വന്നു. കൊല്ലിനും കൊലയ്ക്കും അധിക്ഷേപങ്ങൾക്കുമെതിരെ നിയമനിർമ്മാണങ്ങൾ നടത്തിയപ്പോൾ ജനങ്ങൾ പതിയെ സമാധാനത്തിലേക്ക് നീങ്ങി. ഇവിടെ പ്രതിപാദിച്ച ഒടിയൻ്റെ കഥ എല്ലാം തന്നെ കേട്ടുകേൾവി രൂപപ്പെട്ടതാണ്. നിങ്ങൾക്കും ഇതുപോലെ